എന്താണ് ഫൈനാൻഷ്യൽ ഫ്രീഡം? ചില്ലറ പൈസ ഒരു മാസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഓരോരുത്തരും ആദ്യം എടുത്തു വെക്കുക എന്നുള്ളത്. ഞാൻ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇത്ര നാളുകൊണ്ട് എനിക്ക് ഇവിടെ എത്താമെന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടി വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഒരു ടേം ഇൻഷുറൻസ് എടുക്കണോ അതോ ഹോൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കണോ? ഒരു മീനിങ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേം ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യും. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് താഴെ പോയോ എനിക്ക് നഷ്ടമായോ, അങ്ങനെ അതല്ല എൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. അത് ഇറങ്ങി തിരിച്ച് കയറും. ഓക്കെ, നമ്മളത് ആ സമയത്ത് വിൽക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എൻ്റെ സോഷ്യൽ മീഡിയ ചെല്ലും ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രെസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് SIP ആണ്. എങ്ങനെയാണ് ഒരു നല്ല ഫണ്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? അത് സ്മോൾ ക്യാപ്പിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത് അതോ മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്? എൻട്രി ഫിൻ അക്കാഡമി അവതരിപ്പിക്കുന്ന പോഡ്കാസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പോഡ്കാസ്റ്റിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് വളരെ സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വലിയൊരു അതിപ്രസരമാണ്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ടേംസ് വളരെ ലളിതമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വ്യക്തിത്വമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻറ്റ്, ഫൈനാൻഷ്യൽ പ്ലാനിംഗ്, സ്റ്റോക്ക് ബ്രോക്കർ എന്നീ മേഖലകളിൽ 25 വർഷത്തിലേറെ പരിചയസമ്പത്തുള്ള ദ വൺ ആൻഡ് ഓൺലി ഉത്തര രാമകൃഷ്ണൻ. ഷീ ഈസ് എ ഫൗണ്ടർ ഓഫ് അർത്ത ഫൈനാൻഷ്യൽ സർവീസസ്. മോട്ടിലാൽ ഒസ്വാലിൻ്റെ ടോപ്പ് 25 ബ്രോക്കേഴ്സിലുള്ള ഒരേ ഒരു സ്ത്രീ സാന്നിധ്യം കൂടിയാണ് ഉത്തര രാമകൃഷ്ണൻ. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സോ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് നമുക്ക് തുടങ്ങാം. എന്താണ് ഫൈനാൻഷ്യൽ ഫ്രീഡം? എങ്ങനെയാണ് അത് അറ്റൈൻ ചെയ്യുക? ഹൗ ഡു യു ഡിഫൈൻ ഇറ്റ്? ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു സാമ്പത്തികമായിട്ട് ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ എനിക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു സാഹചര്യം ഞാൻ സ്വയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഫൈനാൻഷ്യലി ഫ്രീ ആണെന്ന് പറയാം, അല്ലേ? പക്ഷെ ഇവിടെ 2 ആസ്പെക്റ്റ് ഉണ്ട് ഇവിടെ. അതായത് ഒന്ന് നമ്മളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ എന്നുള്ളത് ഒരു ഭാഗത്തും അതിന് വേണ്ടുന്ന ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് അത് മറുഭാഗത്തുമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കൂടി കൊണ്ടുപോയാൽ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് വരവെന്ന് പറയുന്നത് ഇങ്ങനെ ഇതിനെ വെറുതെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അത് ആ ലെവലിലേക്ക് അത് എത്തിയിട്ടില്ലെങ്കിൽ നമുക്കതൊരു ഭയങ്കര ഫൈനാൻഷ്യൽ ബാധ്യതയാവും. നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഫൈനാൻഷ്യലി ഫ്രീ ആവുന്നില്ല. ഒന്നുകിൽ നമ്മൾ കടത്തിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ എന്നും എനിക്കില്ല എന്നുള്ളൊരു ഇതിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വരവെന്ന് പറയുന്ന ഈ ഒരു സംഭവം നമുക്ക് ഒരു പരിധി വരെ കൂട്ടാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിനെ ഒതുക്കുക എന്നുള്ളതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സിമ്പിൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഡിസിപ്ലിനോട് കൂടി ജീവിക്കുക എന്നുള്ളതാണ് അവിടെ ഒരു കാര്യം. അപ്പോൾ ഈ ആഗ്രഹങ്ങളും ആവശ്യങ്ങളെയും നമ്മളൊരു ഡിസിപ്ലിൻഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടുള്ള ആ വരുമാനം കൂട്ടാൻ ശ്രമിക്കുന്നു, ശരി, പക്ഷേ ഉള്ള വരുമാനത്തിനുള്ളിലും ജീവിക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു ബാലൻസിൽ കൊണ്ടുപോയാൽ ഫൈനലി ഒറ്റ വാക്ക് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ജീവിത അവസാനം വരെ വേറൊരാളെ ആശ്രയിക്കാതെ എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു പോകാൻ പറ്റുക. അതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്, അല്ലേ? ഇൻഡിവിജ്വൽ, വളരെ പേഴ്സണലൈസ്ഡ് ആണ്. പേഴ്സണൽ ഫൈനാൻസ് ഇസ് പേഴ്സണൽ, അത്രയേ ഉള്ളൂ. എൻ്റെ എന്നുള്ളത് നിങ്ങളുടെ എന്നുള്ളത് വളരെ വ്യത്യസ്തമാണല്ലോ. ആ ഒരു ഫൈനാൻഷ്യലി ഒരു കൺസ്ട്രെയിൻറ്റ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയാൻ പറ്റുന്നതാണ് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സ് എന്ന് തന്നെ പറയണം. സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ പലർക്കും അറിയില്ല ഇതെങ്ങനെ തുടങ്ങണമെന്ന്. ഇപ്പോൾ കയ്യിലൊരു 10,000 രൂപ കാണാം, അല്ലെങ്കിൽ 20,000 രൂപ കാണാം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? നമ്മൾ കൺവെൻഷണൽ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് പോകണോ അതോ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് പോകണോ? എങ്ങനെയാണ് അത് തുടങ്ങുക? അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കയ്യിൽ ഒരു പണം വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 3 ആക്കി തിരിക്കാമെന്ന് പറയും ഞാൻ. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം എന്നുള്ള രീതിയിൽ 3 ആക്കി തിരിക്കാം. ഒരാളുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് പൊതുവേ ഞാനിതൊരു ഫാമിലി ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന രീതിയിൽ കാണണം. കാരണം നമ്മൾ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ എൻ്റെ ഫൈനാൻസ് എന്നും പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മൾ മിക്കവാറും ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൻ്റെ ഫൈനാൻസ് എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതിനേക്ക് നോക്കിയല്ലേ പറ്റൂ. പിന്നെ കുറച്ച് നമുക്കറിയാം നമ്മളെ ചിലവ് പോകുന്നത് കുറച്ച് അനാവശ്യ കാര്യങ്ങൾക്കാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് നടുക്ക് കുറേ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക്
നാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. അവിടെ നമുക്കൊരു പ്രയോറിറ്റിയാണ് കാര്യം. എൻ്റെ കയ്യിൽ വരുന്ന പണം ഞാൻ എന്തിനൊക്കെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, അവിടെ കിടക്കുന്നു നമ്മളുടെ ഫിനാൻഷ്യൽ ഒരു സക്സസ് ഓർ ഫെയിലിയർ എന്ന് പറയണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അത്യാവശ്യങ്ങൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എവിടേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഞാനൊരു ഡീറ്റെയിൽഡ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലേക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതായത് എന്തിലേക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം. ആദ്യം ഞാൻ പറയണു, നമുക്ക് സ്വയം നമ്മളൊരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് നമ്മൾ കരുതേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം അല്ലേ. അപ്പം അത് ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും ആർക്കും അസുഖം വരാമെന്നും കാര്യമായിട്ട് എന്തെങ്കിലും അസുഖം വന്നാൽ ഒരു കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ സ്ഥിതി ആകെ കൂടെ കൊള്ളാവുമെന്ന് മനസ്സിലാക്കാൻ ഇതൊന്നും ഒരു വലിയ ഫിനാൻഷ്യൽ PhD ഒന്നും ആവേണ്ട കാര്യമില്ല. അതൊക്കെ എന്നും നമ്മുടെ കണ്ണു മുന്നിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. മറ്റൊരാൾക്ക് ഒരു അസുഖം വന്ന് അത് വരുമ്പോൾ നമ്മൾ അത് വേറെ വീട്ടിൽ നടക്കുമ്പോൾ അതൊരു കഥയാണ്. നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. അപ്പം പണ്ടത്തെ കാലത്തൊന്നും ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് ഇല്ല എന്നുള്ളത് തന്നെ അത് നമുക്ക് ഇന്ന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. സോ ആവശ്യത്തിന് ഞാൻ പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ചില്ലറ പൈസ ഒരു മാസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഓരോരുത്തർ ആദ്യം എടുത്ത് വെക്കുക എന്നുള്ളത്. കാരണം അത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ഒരു അസുഖം കാരണം എൻ്റെ കുടുംബം അതിന് അവർക്ക് ബുദ്ധിമുട്ട് വരരുത്. ദാറ്റ്സ് മൈ ഓൺ റെസ്പോൺസിബിലിറ്റി അല്ലേ. അതിലേക്ക് മുമ്പ് തന്നെ എക്സാക്ട്ലി അതിന് പ്രയോറിറ്റി കൊടുക്കണം. അപ്പം നമ്മൾ ആ ഓർഡറിൽ പോകുമ്പോൾ നമ്മളോട് ആദ്യം അത് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ലൈഫ് ഇൻഷുറൻസ് ആണ്. എന്നെ ആശ്രയിച്ച് കഴിയുന്ന അവിടെ ആരെങ്കിലും ഒരു കുടുംബം ഉണ്ടെങ്കിൽ, നമ്മളൊരു ജോലിക്ക് പോയി തിരിച്ച് വീട്ടിലെത്തുന്ന എന്തെങ്കിലും നിശ്ചയമുണ്ടോ, വീട്ടിൽ നിന്ന് കിടന്ന് നാളെ രാവിലെ എണീക്കുന്ന എന്തെങ്കിലും നിശ്ചയമുണ്ടോ, ഒന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ എന്തൊക്കെയോ കഥകൾ പുറത്ത് കേൾക്കുന്നു, അത് എനിക്ക് സംഭവിക്കും എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു പ്രോപ്പറായിട്ടൊരു ലൈഫ് ഇൻഷുറൻസ് എടുത്ത് വെക്കണം. ഓക്കെ, കിടപ്പിലായി പോയാൽ എന്ത് സംഭവിക്കും, അതിനൊരു ക്രിട്ടിക്കൽ കെയർ ഇൻഷുറൻസ്. ഈ കാര്യങ്ങൾക്കൊന്നും വലിയ ചിലവില്ല എന്നുള്ളതാണ് കാര്യം. ഓക്കെ, ഒരു നല്ലൊരു ഒരു എമൗണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻഷുറൻസ് കവർ കിട്ടാനായിട്ട് ഒരു മാസം 2,000-3,000 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീസൻ്റ് ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, ആ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇതൊരു വലിയ നീണ്ട ഉത്തരമാണ് കേട്ടോ ജോമി. അപ്പോൾ അത് പറയാതെ പറ്റില്ല. കാരണം ഇത് പേഴ്സണൽ ഫൈനാൻസിനെ സംബന്ധിച്ച് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. അതിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എമർജൻസി ഫണ്ട്. ഒരാൾ പുതുതായിട്ട് ജോലിക്ക് ചേർന്ന കാര്യമാണല്ലോ നിങ്ങൾ ചോദിച്ചത്. എമർജൻസിക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും സാധാരണത്തിൽ നമ്മൾ ഒരു 6 മാസം ചിലവിൻ്റെ പൈസ ആദ്യം മാറ്റി വയ്ക്കുക. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ബോളാണെന്ന് വിചാരിക്കും. അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ പോവുക, കുറച്ച് സേവിങ്ങിനെ മാറ്റി വെച്ച് പോകുന്നു, കുറച്ചായിട്ട് സേവ് ചെയ്യണം. ഒരു 6 മാസത്തെ ചിലവിൻ്റെ പൈസ എത്തി കഴിഞ്ഞിട്ടേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് എന്താ, എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്താ, ഒരു കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട് 3 കൊല്ലം കൊണ്ട്, ഇതൊക്കെ ഷോർട്ട് ടേം ആണ്. ഓക്കെ, അതിനൊന്നും പോയിട്ട് വലിയ ഭാഗ്യപരീക്ഷ നിൽക്കരുത്. വോളറ്റിലിറ്റി ഉള്ള എമർജൻസി ഫണ്ട് നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലാണ്, ബാങ്കിലേക്ക് സേവിങ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട്സിലേക്ക് സേവ് ചെയ്യാം. ഈ 2 കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. കാരണം എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ആവശ്യത്തിന് കിട്ടണം എന്നുള്ളതാണ്. അവിടെ എനിക്ക് റിട്ടേൺസ് അല്ല പ്രയോറിറ്റി, ലിക്വിഡിറ്റി ആണ് പ്രയോറിറ്റി, ആൻഡ് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഇസ് ദ പ്രയോറിറ്റി. അത് ഞാൻ എടുക്കാൻ നേരത്തെ അത് വില ഇറങ്ങിപ്പോയി എന്നുണ്ടാവാൻ പാടില്ല. കാരണം എമർജൻസി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നതാണല്ലോ എമർജൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ യാതൊരു റിസ്ക് ഇല്ലാത്ത ഇതിലേക്ക് പോവുക, ലിക്വിഡിറ്റിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് പോവുക. വൺസ് ആ എമർജൻസി ഫണ്ട് കരുതിയതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് മനസ്സിൽ നമ്മൾ കരുതുക. എനിക്ക് ഇനി മുന്നിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങളുള്ളത്. ഓക്കെ, എനിക്ക് 1 കൊല്ലം കഴിഞ്ഞിട്ട് ഇത്ര ആവശ്യമുണ്ടോ, 3 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം 10 കൊല്ലം 15 കൊല്ലം പലതും ആവുമല്ലോ. അത് ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ അല്ലേ. ആ ഒരു ഫിനാൻഷ്യൽ ഗോൾസ് മനസ്സിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ടൈം ഫ്രെയിം അനുസരിച്ച് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിനേതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലത് നോക്കിയിട്ട് കുറച്ചായിട്ട് അതിലേക്ക് സേവ് ചെയ്യാൻ തുടങ്ങും. സോ ദാറ്റ് യു ആർ ഓൺ ദ പാത്ത് ടു അച്ചീവിങ് യുവർ ഫിനാൻഷ്യൽ ഫ്രീഡം. ദാറ്റ് യു നോ, ഞാൻ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇത്ര നാളുകൊണ്ട് എനിക്കിവിടെ എത്താമെന്നുള്ളൊരു പ്ലാനിങ്ങോടുകൂടി വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ലാതെ ഒരു കൊട്ടക്കണക്കിന് എൻ്റെ അടുത്ത് ഇത്ര പൈസ ഉണ്ട് എന്നാൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ടിട്ടു, അതെന്തിന്, എത്ര നാൾ കൊണ്ട് അതെന്താവും, ഇതൊങ്ങനെ ഒന്നും ചിന്തിക്കാതെ ചെയ്താൽ കാര്യമില്ല. അതിലേക്ക് നമ്മളത് സ്റ്റിക്ക് ഓൺ ചെയ്യൂല, നമ്മൾ ലോങ് ടേമിലേക്ക് അത് വെയിറ്റ് ചെയ്യില്ല. എന്തോ എടുത്തു അങ്ങനെ ഒരു കൊട്ടക്കണക്ക് ചെയ്തിട്ട് കാര്യമില്ല. സോ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് മാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ച് പലർക്കും ഡൗട്ട് ഉണ്ട്. ഒരു ടേം ഇൻഷുറൻസ് എടുക്കണോ അതോ ഹോൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കണോ, ഇതിന് മെച്യൂരിറ്റി ബെനിഫിറ്റ് ഉണ്ടോ, അതിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് പ്രതീക്ഷിക്കാമോ, എന്താണ് അതിൻ്റെ വസ്തുത?
എനിക്ക് ഒരു ഫൈനാൻഷ്യൽ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ടേം ഇൻഷുറൻസ് തന്നെയാണ്. ഓക്കെ, കാരണം നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ചിലവാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതിനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ ഫൈനാൻഷ്യൽസ് വളരെ ഡിഫറെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ട്രഡീഷണൽ പോളിസീസിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ഒരു ഈ ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും കൂടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കുറേ കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ആ പൈസ തിരിച്ച് കുറച്ച് നമ്മൾ സർവൈവ് ചെയ്താൽ നമുക്ക് ആ പൈസ കുറച്ച് തിരിച്ച് കിട്ടും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഭാഗം നമുക്ക് തിരിച്ച് കിട്ടുന്നുള്ള. അപ്പോൾ ഈ തിരിച്ച് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസും വളരെ കുറവാണ്. കാരണം ഇത് ഗ്യാരണ്ടീഡ് ആയിട്ട് തരുന്നതായതുകൊണ്ട് തന്നെ ഗ്യാരണ്ടി എന്നുള്ള വാക്കിന് പോയാൽ തന്നെ റിട്ടേൺസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ദാറ്റ് ഇസ് വൺ ഫാക്ടർ. ഈ ട്രഡീഷണൽ പോളിസീസിൽ നിങ്ങൾക്ക് ടേം വളരെ കുറവായിരിക്കും, അധികം ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവില്ല. ഓഫ് കോഴ്സ് അത് ഒരുപാട് കാലത്തേക്ക് എടുക്കുമ്പോൾ അതിനനുസരിച്ച് പ്രീമിയം കൂടുന്നുള്ളതാണ്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കുറവാണ്, പീരീഡ് കുറവാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് കവറേജും കുറവായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന പ്രീമിയത്തിനുള്ള കവറേജ് വളരെ കുറവായിരിക്കും. അപ്പോൾ ടേം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ടേം ഇൻഷുറൻസ് മാക്സിമം 40 വർഷത്തേക്ക് നമുക്ക് എടുക്കാം. ഒരു 30 വയസ്സുള്ള ഒരാളാണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കടം എന്തെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഇൻഷുറൻസ് കവറേജ് എടുക്കണം. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെടുത്ത കടം നമ്മുടെ കുടുംബത്തിന് തലയിലിട്ട് പോകുന്നത് ഒട്ടും ന്യായമല്ല അല്ലേ? ആ കടത്തിന് വേണ്ടി എടുക്കണം. നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഇല്ലാതായാൽ എൻ്റെ ഇൻകമാണ് അവർക്ക് ആശ്രയിക്കുന്നതെങ്കിൽ അവർക്ക് ഇൻകം കിട്ടാനുള്ള ഒരു എമൗണ്ട് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവരുടെ പഠിപ്പ്, അവരുടെ കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ തക്ക ഒരു എമൗണ്ട് ആയിരിക്കണം നമ്മൾ ഇൻഷുറൻസിൽ എടുക്കേണ്ടത്. അല്ലാതെ വെറുതെ ഞാനും എടുത്തു ഒരു 5 ലക്ഷത്തിന് എടുത്തു, ഒരു 5 ലക്ഷം എടുത്തിട്ട് ഒരു കുടുംബം എത്ര കാലം ജീവിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇത് എത്ര എമൗണ്ടിന് എടുക്കണം, എത്ര കാലത്തേക്ക് എടുക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേം ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുക. 30 വയസ്സുള്ള ഒരാൾക്ക് 40 വർഷത്തേക്ക് നിങ്ങൾ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾക്ക് മാസം 1000 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഈ 40 വർഷത്തേക്കും ഇതന്നെ കൊടുത്താൽ മതി. അതാണ് അതിലെ രസം. അപ്പോൾ ഇനിയിപ്പോൾ കുറേ കാലം കഴിഞ്ഞു, നിങ്ങൾക്ക് ഒരു 10-25 കൊല്ലം കഴിഞ്ഞു, ഇനി നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരാരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടേം ഇൻഷുറൻസ് സ്റ്റോപ്പ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ ഇനിയും എടുത്തു പോയില്ലോ എന്ന് വെച്ചിട്ട് 40 കൊല്ലം അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇൻഷുറൻസ് ഒരു ആനുവൽ കോൺട്രാക്റ്റാണ്. ഈ വർഷത്തെ പ്രീമിയം അടച്ചാൽ 1 കൊല്ലത്തേക്ക് ആ കോൺട്രാക്റ്റ് ഉണ്ട്. അടുത്ത കൊല്ലം അത് റിന്യൂ ചെയ്താലേ ആ കോൺട്രാക്റ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ 40 വർഷത്തേക്ക് എടുത്തു എന്ന് വെച്ചിട്ട് ചിട്ടി പോലെ അങ്ങനെ അടച്ചോളണം എന്ന് ബാധ്യതയൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര കാലം കൃത്യമായിട്ട് അടച്ചു പോകണം, എന്നാലേ ആ ഇൻഷുറൻസ് കവറേജ് ഉള്ളൂ. ബട്ട് അറ്റ് സം പോയിന്റ് ഇൻ യുവർ ലൈഫ് യു ഫീൽ ഇനി എന്നെ ആശ്രയിച്ച് കഴിയുന്നവരാരും ഇല്ല എന്ന് തോന്നിയാൽ അവിടെ വെച്ച് നിർത്താം ടേം ഇൻഷുറൻസ്. ഓക്കെ, സോ ഏറ്റവും ചെലവ് ചുരുക്കി ഏറ്റവും വലിയ കവറേജ് കിട്ടാനായിട്ട് ടേം ഇൻഷുറൻസ് തന്നെയാണ് ഏറ്റവും നല്ലത്. മറ്റത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനും കൂടി അവിടെ വരുന്ന സമയത്ത് നടുക്ക് വെച്ചിട്ട് എന്തെങ്കിലും കാരണവശാൽ നിർത്തേണ്ടി വന്നാൽ, കാരണം പ്രീമിയം കൂടുതലാണ്. അപ്പം ഞാൻ പറയുന്ന ഇൻഷുറൻസിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. ചെറിയ പ്രീമിയം ആണെങ്കിൽ നമ്മളത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ സാധിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്ലെക്സിബിലിറ്റിയോട് കൂടി ചെയ്യാൻ പറ്റേണ്ട ഒരു കാര്യമാണ്. എൻ്റെ കയ്യിൽ കാശുള്ളപ്പോൾ ഇടാൻ പറ്റണം, എനിക്ക് ആവശ്യമുള്ളപ്പോൾ പുറത്തെടുക്കാൻ പറ്റണം. വേറെസ് ഈ ഇൻഷുറൻസിൻ്റെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നില്ല. ഈ പ്രീമിയത്തിൻ്റെ കൂടെ അത് അടച്ചല്ലേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ഈ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു നിങ്ങൾക്ക് അത് അടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിലും നിങ്ങൾക്ക് നഷ്ടം വരും. വേറാസ് നിങ്ങൾക്ക് ഇൻഷുറൻസ് ചെറിയ സംഖ്യ ആയതുകൊണ്ട് അത് നിർത്താതെ പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റുമ്പോൾ മാത്രം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറ്റി നിർത്തുക. സോ ഇറ്റ്സ് ഓൾവേസ് മോർ ഇഫക്റ്റീവ് ടു കീപ് ഇൻഷുറൻസ് സെപ്പറേറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സെപ്പറേറ്റ്. ടേം ഇൻഷുറൻസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് വാട്ട് ഐ ഫീൽ. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഒരാൾ എങ്ങനെയാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുക? അത് ത്രൂ മ്യൂച്വൽ ഫണ്ട്സ് വേണോ അതോ SIPs ചെയ്യണോ? കയ്യിലുള്ള പൈസ മുന്നേ ഒറ്റയടിക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ? എന്താണ് ബെസ്റ്റ് ഓപ്ഷൻ? ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ലോങ് ടേമിലേക്ക് വേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പോസിറ്റീവ്സ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്നുള്ളത് കാണാം. ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഫ്ലെക്സിബിളാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും പൈസ ഇടാം, എപ്പോൾ വേണമെങ്കിൽ പുറത്തെടുക്കാം. എക്സ്ട്രീംലി ലിക്വിഡാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫണ്ട് പുറത്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് വിറ്റാൽ ഷെയർ ആണെങ്കിൽ നാളെ കിട്ടും, മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ മറ്റന്നാൾ കിട്ടും. അത്രയും വി ഹാവ് ദ ഫാസ്റ്റസ്റ്റ് സെറ്റിൽമെൻറ്റ് സൈക്കിൾ ഇൻ ദ വേൾഡ്. ഓക്കെ, സോ ആൻഡ് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. എന്താണ് ഉള്ളതെന്നുള്ളത് മൊബൈൽ ആപ്പിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കോസ്റ്റ് എഫക്റ്റീവാണ്, വളരെ കോസ്റ്റ് കുറവാണ് നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് റിട്ടേൺസ് ഇത്രയും വരുന്നത്. ഇൻഫ്ലേഷൻ ബീറ്റിംഗ് റിട്ടേൺസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇൻഫ്ലേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഫ്ലേഷനേക്കാൾ ബെറ്റർ റിട്ടേൺസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു വരികയാണ്. പിന്നെ ഫുള്ളി സേഫാണ്, മീനിങ് അത് കളഞ്ഞു പോവുകയൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് ഹോൾഡിംഗ് ആണ്. പിന്നെന്താ, അഫോർഡബിൾ ആണ്. എൻ്റെ അടുത്ത് 500 രൂപ ഉണ്ടെങ്കിൽ എനിക്കിന്ന് തുടങ്ങാമെന്നുള്ളതാണ്. അത് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച്. പക്ഷേ അവിടെ നെഗറ്റീവ് വരുന്നത് എന്താ? വോളറ്റിലിറ്റിയാണ്.
അപ്പോൾ ഈ വോളറ്റിലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഇത് റിസ്ക് ആയിട്ടാണ് പലരും കണക്കാക്കുന്നത്. ഞാൻ ഇട്ട ഉടനെ പൈസ താഴെ പോയി, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു താഴെ പോയി, അപ്പോൾ എനിക്ക് നഷ്ടമായോ, അങ്ങനെ അതല്ല അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. അത് ഇറങ്ങി തിരിച്ച് കയറും. ഓക്കെ, നമ്മളത് ആ സമയത്ത് വിൽക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ആ വോളറ്റിലിറ്റി എന്ന് പറയുന്ന റിസ്ക് എന്നുള്ള ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ലോങ് ടേം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റായിട്ട് കാണണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ വോളറ്റിലിറ്റിയെ തന്നെ ഒരു പോസിറ്റീവാക്കി മാറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് SIP. കാരണം SIP നമ്മൾ എല്ലാ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളൊന്നും അറിയുന്നില്ല, കൃത്യമായിട്ട് എല്ലാ മാസവും ഒരു സംഖ്യ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് തന്നെത്താനെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ സോഷ്യൽ മീഡിയ ചെല്ലും ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രെസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് SIP ആണ്. കാരണം ഓവർ ദ ഇയേഴ്സ് ഇൻ മൈ എക്സ്പീരിയൻസ് ഐ ഫീൽ ദാറ്റ് ഇസ് ദ വൺ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് വിച്ച് വർക്ക്സ് ഫോർ എവ്രിബഡി. എല്ലാവർക്കും പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ ഈ SIPയിൽ ഇത്രയും നല്ലതാണെന്ന് ഞാൻ പറയാൻ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇറ്റ് ഇൻസ്റ്റിൽസ് ഡിസിപ്ലിൻ ഇൻ അസ്. അതായത് നമ്മൾ ആലോചിച്ച് ചിന്തിച്ചാൽ എൻ്റെ ഈ മാസം ചിലവൊക്കെ കഴിയട്ടെ, എന്നിട്ട് മാസം അവസാനം വരുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് എത്ര ശമ്പളമുള്ള ഒരാളാണെങ്കിൽ തന്നെ എല്ലാ മാസവും നമ്മളത് ചെയ്യില്ല, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ SIP നമ്മൾ രജിസ്റ്റർ ചെയ്ത് എന്താ, നമ്മൾക്ക് ശമ്പളം കിട്ടി ഒരു 5-10 ദിവസം കൊണ്ട് SIP പോണ പോലെ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അത് തന്നെ പോകുമല്ലോ. പിന്നെ ബാക്കി പൈസ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ മാസം ചില എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കും, എന്നാലേ അത് നടക്കൂ എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഇൻസ്റ്റിൽസ് ഡിസിപ്ലിൻ, ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2, ഈ SIP എല്ലാം നമ്മളെ പറഞ്ഞ പോലെ മാർക്കറ്റിൻ്റെ കയറ്റവും ഇറക്കത്തിലൊക്കെ നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിട്ടേൺസ് നന്നാവും. നിങ്ങൾ നേരത്തെ ലംസമിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു റിസ്ക് എന്താ വെച്ചാൽ, നമ്മൾ ഇട്ടിട്ട് എന്തെങ്കിലും കാരണവശാൽ പെട്ടെന്ന് മാർക്കറ്റ് ഇറങ്ങിപ്പോയാൽ ആ സമയത്ത് നമുക്ക് അത് ഇനി അവിടെ തിരിച്ച് കയറാനുള്ള സമയം എടുക്കുമല്ലോ. അപ്പോൾ SIP ആകുമ്പോൾ നമുക്ക് എല്ലാ മാസവും കുറച്ചായിട്ട് ഇട്ട് പോകാൻ. ലംസം മോശമാണെന്നല്ല കേട്ടോ പറഞ്ഞത്, ബട്ട് ഐ എം സെയിങ് SIPയുടെ ഗുണം ഞാൻ പറഞ്ഞു തന്നേടും. അപ്പം SIP ഇങ്ങനെ ചെയ്തു പോകുന്നതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി റിട്ടേൺസ് ബെറ്റർ ആവും. ബിക്കോസ് യു ഓൾസോ ഗെറ്റ് ടു ഇൻവെസ്റ്റ് മോർ യൂണിറ്റ്സ് വെൻ ദ പ്രൈസ് ഇസ് ഗോയിങ് ഡൗൺ. SIP നമ്മളൊരു റുപ്പി കോസ്റ്റ് ആവറേജിങ്, എക്സാക്ട്ലി, യെസ്. സോ യു ബൈ മോർ വെൻ ദ പ്രൈസ് ഇസ് ലെസ്, യു ബൈ ലെസ് വെൻ ദ പ്രൈസ് ഇസ് മോർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹിസ്റ്റോറിക്കലി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് SIP ഹാസ് ഓൾവേസ് ഗിവൺ, മോസ്റ്റ് ഫണ്ട്സ് ഹാവ് ഗിവൺ വെരി ഗുഡ് റിട്ടേൺസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ SIP ഈസ് വെരി ഗുഡ് എന്ന് പറയാം. മൂന്നാമത് ഞാൻ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റിയാണ്. എപ്പോൾ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ പൈസ എടുക്കാം, എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് മാറ്റാം. ഇത്രയും ഫ്ലെക്സിബിലിറ്റിയോടുകൂടി ഇത്രയും റിട്ടേൺസ് കിട്ടുന്ന, ഇത്രയും ട്രാൻസ്പെറൻറ്റും കൺവീനിയൻറ്റും ആയിട്ടുള്ള വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ ലംസം എമൗണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയണത്, നമുക്ക് ലംസം വന്നാൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, ഇഫ് യു ഹാവ് എ ലോങ് ടേം വ്യൂ. ഓക്കെ, അതിൽ തെറ്റൊന്നുമില്ല. ദാറ്റ്സ് ഗുഡ്. SIP പ്ലസ് ലംസം ഇസ് ഓൾവേസ് ഗുഡ്. കാരണം എല്ലാവർക്കും എല്ലാ മാസവും ചിലപ്പോൾ മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു ഇൻകം സ്ട്രീം ആവണമെന്നില്ല. പലർക്കും കൃത്യം 1-ാം തീയതി ശമ്പളം കിട്ടുന്ന ആളുകളല്ലല്ലോ. ഇപ്പോൾ ബിസിനസ്സുകാരൊക്കെ സംബന്ധിച്ച് അവർക്ക് അറിയില്ല, ഓരോ മാസം ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ എന്താ പറയുക വെച്ചാൽ, എന്താണോ കംഫർട്ടബിൾ എല്ലാ മാസവും നമുക്ക് കൃത്യമായിട്ടൊക്കെ എനിക്ക് ലോങ് ടേമിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു സംഖ്യ, അത് SIP ആയിട്ട് ചെയ്തു പോവാം. അതിന് പുറമേക്ക് ലംസം എമൗണ്ട്സ് നമുക്ക് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് അപ്പം ഇൻവെസ്റ്റ് ചെയ്ത് പോവാം. സോ ദാറ്റ് യു ഡോണ്ട് പ്രഷറൈസ് യുവർ സെൽഫ്. നമ്മളെ കൊണ്ടാവാത്ത, എല്ലാ മാസവും ചെയ്യാൻ പറ്റില്ലാത്ത ഒരു എമൗണ്ട് SIP സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളത് നിർത്തിപ്പോകും എന്നുള്ള ഉറപ്പാണ്. അതിൽ കാര്യമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. സോ എന്താണോ പറ്റുക അത് SIP ആയിട്ട് ചെയ്യുക. പിന്നെ എക്സ്ട്രാ കിട്ടുന്ന പൈസ അപ്പം അതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുപോകുക. ദാറ്റ് ഈസ് എൻ ഐഡിയൽ വേ ടു ബിൽഡ് അപ്പ് എ പോർട്ട്ഫോളിയോ. യെസ്. ഈ SIP തുടങ്ങുമ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് എന്ത് കൈൻഡ് ഓഫ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ഇപ്പം ആപ്പൊക്കെ നോക്കിയിട്ട് അവർ ഏറ്റവും റിട്ടേൺസ് തരുന്ന സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലൊക്കെയാണ് കൂടുതലും 47%, 30%. എങ്ങനെയാണ് ഒരു നല്ല ഫണ്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? അത് സ്മോൾ ക്യാപ്പിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത്, അതോ മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്? എന്തിലാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ആവശ്യത്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഗോൾ ദറ്റ് യു ഹാവ്. SIP വെറുതെ ലോങ് ടേമിൽ മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് ഷോർട്ട് ടേമിലൊക്കെ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മകൻ്റെ ഫീസ് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇത്ര ആവശ്യമുണ്ടെന്ന്, അതും ചെയ്യാമല്ലോ. അതും SIP തന്നെയാണ്. നമ്മൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് SIP. പക്ഷെ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഡെറ്റ് ഫണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഒരു 4 കൊല്ലം, ഒരു 3 to 5 ഇയേഴ്സിനുള്ളിൽ എനിക്ക് ഒരു വീട് വാങ്ങേണ്ട പ്ലാൻ ഉണ്ട്. അപ്പോൾ എനിക്ക് SIP ചെയ്യേണ്ടത്, ഐ വിൽ സജസ്റ്റ് ഹൈബ്രിഡ് ഫണ്ട്. ബിക്കോസ് അവിടെ നിങ്ങൾക്ക് ഡെറ്റ് ഫണ്ട്സിനേക്കാൾ റിട്ടേൺസ് കിട്ടും. 4 to 5 ഇയർ പീരീഡിലേക്കൊക്കെ ഇക്വിറ്റീൻ്റെ അത്ര വോളറ്റിലിറ്റി ഉണ്ടാവില്ല. സോ അങ്ങനെ ചെയ്യാം. ലോങ് ടേമിലേക്കാണ് പോകുന്നതെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി എ കോമ്പിനേഷൻ ഓഫ് ലാർജ്, മിഡ് ആൻഡ് സ്മോൾ. ആൻഡ് വി കൻ ഈവൻ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഇക്വിറ്റി ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ സ്മോൾ ക്യാപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ലോങ് ടേമിൽ നോക്കിയാൽ ഒരു 25 ഇയേഴ്സ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഹയസ്റ്റ് SIP റിട്ടേൺസ് കിട്ടിയിട്ടുള്ള സ്മോൾ ക്യാപ്പിൽ തന്നെയാണ്. സംശയമൊന്നുമില്ല, അതൊക്കെ ശരിയാണ്. എങ്കിലും എന്ന് വെച്ചിട്ടുള്ള പൈസ മുഴുവൻ സ്മോൾ ക്യാപ്പിൽ കൊണ്ടിട്ടാൽ
ഭയങ്കര വോളറ്റൈലാണ് സ്മോൾ ക്യാപ്പ്. ഭയങ്കര സ്പീഡിൽ കയറി ഇറങ്ങി കളിക്കും. സോ അതിനെ മുഴുവൻ അങ്ങനെ പോകുന്നത് ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. യു ഹാവ് ടു ഹാവ് എ കോമ്പിനേഷൻ ഓഫ് ലാർജ്, മിഡ് ആൻഡ് സ്മോൾ. അത് കൂടുതൽ ലാർജ് ക്യാപ്പിലേക്കും പിന്നെ ഒരു മേ ബി 50%, 60% ഒക്കെ ലാർജ് ക്യാപ്പിൽ ഇട്ടിട്ട് ഒരു 40 to 50% ഡിപ്പെൻഡിങ് ഓൺ യുവർ റിസ്ക് പ്രൊഫൈൽ നിങ്ങൾക്ക് മിഡ് ആൻഡ് സ്മോളിലേക്ക് പോവാം. ഓഫ് കോഴ്സ് ലോങ് ടേം എനിത്തിങ് അബവ് 5, 7, 10 ഇയേഴ്സ് ഒരു പോർഷൻ സ്മോൾ ക്യാപ്പിലേക്ക് പോകണം എന്നുള്ളത് നല്ലത് തന്നെ. ബട്ട് അത് വെച്ചിട്ട് ഫുൾ പൈസ സ്മോൾ ക്യാപ്പിലേക്ക് ഇടുന്നത് ഭയങ്കര അബദ്ധമാണ്. ഐ വുഡന്റ് അഡ്വൈസ് ടു ഡു ദാറ്റ്.